ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മടി കാരണം അതങ്ങനെ അവിടെ നിന്ന് വെച്ചുകൊണ്ട് നിന്നു. പിന്നെ എന്നോട് പാറും ചക്കരയാണ് പറഞ്ഞത് ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോ എന്തായാലും വേണം ഹെമിച്ചി, നമുക്ക് ഭാവിയിൽ ഉപകരിക്കൂലേ അങ്ങനെ പറഞ്ഞിട്ട് അവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ശരിക്കും എടുക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഞാൻ 8 മാസം ആകുമ്പോഴാണ് ഏകദേശം ആൾക്കാരും 8-9 ഉള്ളിലാണ് ഹോസ്പിറ്റൽ ബാഗ് ഏകദേശം ആൾക്കാരും പാക്ക് ചെയ്യുന്നത്. പണ്ടെല്ലാം പറഞ്ഞാൽ കുഞ്ഞിക്കുള്ള സാധനമൊന്നും മേടിക്കില്ല, ഒരു സാധനം മേടിക്കില്ല. അമ്മമാർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം മേടിക്കുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞിക്കുള്ളതും അമ്മക്കുള്ളതും എല്ലാ സാധനവും വാങ്ങിച്ചിട്ട് അവർ പാക്ക് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് നമ്മൾ കുഞ്ഞിക്കുള്ള സാധനമല്ലെന്ന് പറഞ്ഞാൽ അലക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ, അലക്കിയിട്ട് തേച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ വാങ്ങിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ കുറച്ച് സാധനം മാത്രം കുഞ്ഞാവേല വാങ്ങിയിട്ടുണ്ട്. അതുപോലെ എനിക്കുള്ളത് കുറച്ചും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതുപോലത്തെ ഒരു ട്രോളി ബാഗിലാട്ടോ എല്ലാ സാധനമെല്ലാം കൊണ്ടുവന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാധാരണ മറ്റേ വലിയ ബാഗില്ലേ, ഇങ്ങനെ ഇടുന്ന ബാഗില്ലേ, അതിലാണ് കൊണ്ടുപോയത് കഴിഞ്ഞ 2 പ്രഗ്നൻസിയിലും. അപ്പോൾ ഇതിൽ ട്രോളി ബാഗ് ഉണ്ടായതുകൊണ്ട് അതിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അതിൽ എൻ്റെ ഇപ്പോൾ ഇനിയും വേണമെങ്കിൽ സാധനം ഇതിൽ ഇടാം, അത്ര ഉണ്ട് സ്പേസ്. അപ്പോൾ നമുക്ക് ഓരോരോ സാധനം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള സാധനമാണ് എടുത്തു വെക്കുന്നത്. എല്ലാം പുതിയതായിട്ടോ നമുക്ക് വാങ്ങിയത്, എല്ലാം പുതിയത് തന്നെയാണ് വാങ്ങിയത്. എന്താണ്, എല്ലാ പ്രഗ്നൻസിയിലും നമുക്ക് പുതിയ തന്നെ ഉണ്ടായത്. പഴയത് ഉപയോഗിച്ചില്ല. പിന്നെ വീട്ടിൽ എത്തിയിട്ടാകുമ്പോൾ പഴയത് ഉപയോഗിച്ചേട്ടോ. അപ്പോൾ എന്തെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് നൈറ്റി ആട്ടോ. നൈറ്റി പറയുമ്പോൾ എത്ര ഉണ്ട്? 2, 4, 6, 7 നൈറ്റി ഉണ്ട്. അപ്പോൾ നൈറ്റിയാണ് വാങ്ങിയത്. അപ്പോൾ നൈറ്റി എങ്ങനത്തെ മോഡൽ കാണിച്ചു തരാം, ഒന്ന് മാത്രം കാണിച്ചു തരാം കേട്ടോ. ഇതുപോലത്തെ ഒരു ടോപ്പ് പോലത്തെ നൈറ്റി ആട്ടോ വാങ്ങിയത്. ഈ 2 സൈഡിലും സിബായിട്ടുള്ളത്, ഈ 2 സൈഡിലും ഇങ്ങനെ സിബ് പോലെ ഉള്ളത് കണ്ടിട്ട് ടോപ്പ് പോലത്തതാണ്. അങ്ങനത്തെയാണ് വാങ്ങിയത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയല്ല കേട്ടോ, ഡെനീഷേട്ടൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി പറയാം, ഡെനീഷേട്ടൻ വാങ്ങിയതാണ്. പിന്നെ അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നൈറ്റീസ് എടുത്ത് വെക്കാം. അപ്പോൾ നൈറ്റി എടുത്ത് വെച്ചു. ഇനി അടുത്തത് പിന്നെ ഞാൻ ഒരു ബോക്സിൽ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ ഒരു ഇത് എന്തിനു പറയല്, സോപ്പ് പെട്ടി വരുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ട ഒരു സംഭവം തന്നെയാണ്. ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു ബക്കായിലെ സംഭവം സോപ്പ് പെട്ടി. പിന്നെ അതുപോലെ തന്നെ ഒരു മെഡിമിക്സ് സോപ്പ്, അത് നമുക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അഥവാ കുഞ്ഞിനെ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഈ ഒരു ഹിമാലയയുടെ സോപ്പും എടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഇവിടെ ഉണ്ടായത് തന്നെയാണ്. ദേവൂട്ടനും എങ്കുരുവെല്ലാം കുളിക്കുന്നത് ഇപ്പോഴും ഈ സോപ്പിൽ തന്നെയാണ്. അത് പിന്നെ ഒരു ബ്രഷ് എടുക്കുന്നുണ്ട്. പിന്നെ ടൂത്ത് പേസ്റ്റ്, എണ്ണ അതെല്ലാം അമ്മ കൊണ്ടുവരാറിന്, അതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല. പിന്നെ ഒരു ബോഡി ബട്ടർ, നമ്മളെ മോംസ്കോൻ്റെ ഒരു ബോഡി ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട സാധനമല്ലോ. അതെല്ലാം ഞാൻ ഒരു അളവിലിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് മൂടി വെക്കാം. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് അത് നോക്കൂ, കാണിച്ചു കൊടുത്തു. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഈ 2 സംഭവം എനിക്ക് മനസ്സിലായിട്ട് തോർത്ത് എടുത്തിട്ടുണ്ട്. 2 തോർത്ത് എടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ഒന്ന് പ്രസവിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കുളിക്കൂലേ, പ്രസവിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഒന്ന് ഉപയോഗിക്കാനും പിന്നെ നോർമലി ഒന്ന് ഉപയോഗിക്കാനാണ് കൊണ്ടുവന്നത്. അപ്പം അതും എടുത്തേക്കാം. പിന്നെ നമ്മളെ സ്റ്റേ ഫ്രീ എക്സൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിന് സ്റ്റേ ഫ്രീ കൊണ്ടുപോകുന്നത് മെറ്റേണിറ്റി പാഡെല്ലാം ഇല്ലേ, അതെല്ലാം ഉപയോഗിച്ചൂലേ. ചില ആൾ അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതാണ് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം പിന്നെ മെറ്റേണിറ്റി പാഡിന് സൈഡിലുള്ള വിങ്സ് ഇല്ല കേട്ടോ.
ഇതിൽ വിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ഇതാട്ടോ ഉപയോഗിച്ചത്. ആദ്യത്തേലൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ആ മെറ്റേണിറ്റി പാഡൊന്നും ഉപയോഗിച്ചു, പിന്നെ കുറച്ച് തുണി ഉപയോഗിച്ചു, അങ്ങനെയല്ലാണ്. പിന്നെ അപ്പോൾ രണ്ടാമത്തേൽ ഞാൻ അത് ഉപയോഗിച്ചു. അതുപോലെ ഇതിലും ഞാൻ അത് ഉപയോഗിക്കും. അപ്പോൾ ഇത് എത്ര എണ്ണം ഇപ്പോൾ ഉള്ളതിൽ 12 എണ്ണം ഇല്ലതാന്ന് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വാങ്ങാം. അപ്പോൾ അർജൻറ്റായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഇതാന്ന് മേടിച്ചാട്ടോ. അപ്പോൾ ഇതും വെക്കുന്നില്ല. ഇനി പിന്നെ ഞാൻ ഈ ഒരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ബാഗ് ഇതിൽ വെക്കുന്നതെന്നല്ല, ഞാൻ കയ്യിലിട്ട് കൊണ്ടുവന്നതാണ്. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലത്തെ കടലാസ്, അതുപോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ട്, ഡോക്ടറെ റിപ്പോർട്ട്സും എല്ലാ കാര്യങ്ങളും ഈ ഒരു ബാഗിലുണ്ടാവും. പിന്നെ ആവശ്യത്തിന് പൈസയോ അങ്ങനത്തെ സംഭവമെല്ലാം ഈ ഒരു ബാഗിൽ ഉണ്ടാവും. ഈ ഒരു ബാഗ് അങ്ങനത്തെ ഒരു ബാഗാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ ആ സംഭവമെല്ലാം ഞാൻ ഇതിൽ വെക്കും. ഇത് വെച്ചിട്ടാണ് എന്താണ് ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിലായിരിക്കും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു സാധനമുണ്ട്. ഈ ഒരു കൊട്ടയിൽ നിറച്ചില്ല സംഭവം. അത് ഇന്നർ ഐറ്റംസ്. പിന്നെ എല്ലാം പുതിയത് കേട്ടോ. ഇന്നർ ഐറ്റംസ് എല്ലാം പുതിയതാണ്, കാണിച്ചില്ല എന്തായാലും പുതിയതാണല്ലോ. അപ്പോൾ അതും കൂടി വെക്കുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ, ഒരു ലോഡ് സാധനമുണ്ട്. ഡ്രസ്സിനെക്കാളും കൂടുതൽ ഇന്നർ ഐറ്റംസ് അത് ഇപ്രാവശ്യം ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഇന്നർ കുറച്ചേ ഉണ്ടായിട്ടു, അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ഈ ഒരു പ്രഗ്നൻസിയിൽ ഇന്നർ ഐറ്റം മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു മൂലക്കായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മൂലക്കല്ല, ഞാൻ കണ്ടോട്ട് സാരില്ല, പ്രശ്നമില്ല, നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ അല്ലേ. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ മീഷോന്ന് പറഞ്ഞിട്ട് ഹോൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു ഡ്രസ്സ് എടുക്കുന്നുണ്ട്. എന്തിനാ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാൻ്റെ ഒരു ഡ്രസ്സാണിത്. അത് എവിടെയെങ്കിലും മൂലക്ക് വെച്ചാൽ അത് ലാസ്റ്റ് എവിടെയെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ ഇത് ഒരു ഡ്രസ്സ് എടുക്കുന്നുണ്ട്. ഇനി അപ്പം എൻ്റെ സാധനം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്ര സാധനം ഞാൻ എടുക്കുന്നില്ലൂ. ബാക്കി വേണമെങ്കിൽ രണ്ടാമത് എടുക്കാം. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് എടുക്കാം. ഡിസ്ചാർജ് ഞാൻ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കല്ലേ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇടുന്ന അവർ കൊണ്ടുവരും. പക്ഷെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം വീട്ടിലും കുറേ ഡ്രസ്സ് പഴയതെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ പരിചയപ്പെടാം. ഞാൻ വാങ്ങിച്ച് പരിചയപ്പെടാം. ഇതാ ഈ ഒരു സംഭവം സാരി തുണിക്കഷ്ണമില്ലേ, എല്ലാവരും കൊണ്ടുപോകുന്നവരാണ് തുണിക്കഷ്ണം. അത് ഞാൻ കഴിഞ്ഞ പ്രഗ്നൻസിയിലും ഞാൻ തന്നെയാണ് അമ്മയുടെ സാരി വാങ്ങിയിട്ട് ഞാൻ തന്നെ മുറിച്ചിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഇസ്തിരിയെല്ലാം ഇട്ടിട്ട് വെച്ചതാണ്. അപ്പോൾ ഈടും ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. 2 സാരി ഉണ്ട്. ഇപ്പോൾ 2 സാരിയുടെ തുണി, പിന്നെ വൈറ്റ് തുണി അമ്മ ആടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്നോടൊന്നും നീ റെഡിയാക്കണ്ട, അതുകൊണ്ട് അമ്മയുടെ അടുത്ത് എല്ലാം ഉണ്ട് തുണിയെല്ലാം. അപ്പോൾ ഈ ഒരു തുണി ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ മേടിച്ചിട്ട് വെച്ച ശരിക്കും പിന്നെ ദേവൂട്ടൻ്റെത് ഇൻക്ലൂഡിൻ്റെത് ഉണ്ട് ഇങ്ങനത്തെ സംഭവം. എന്തിനു പറയുക, തൊപ്പിക്കുപ്പ അല്ല തൊപ്പി, ടർക്കി എന്തിവ അതന്നെ ടർക്കി ടർക്കി ഉണ്ട് ഇടാ. പിന്നെ നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ഞാൻ വൈറ്റ് വാങ്ങാൻ വേണ്ടിട്ടാണ് പോയത്, പക്ഷെ എവിടെയും വൈറ്റ് ഉണ്ടായിട്ടാ, അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് വാങ്ങിച്ചേട്ടോ. ഇതൊന്ന് വാങ്ങിച്ചു. കുറേ ആൾ പറയും എന്തിന് ഇപ്പോഴേ എല്ലാം വാങ്ങിച്ചിട്ട് വെക്കുന്നത്, കുഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ളതല്ലെന്ന്. നമ്മളൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് ഇവിടെ വെക്കുന്നുണ്ട് കുഞ്ഞാവേരത്ത്. പിന്നെ ഒരു സംഭവമാണ് ഹാപ്പി കിഡിൻ്റെ ഡ്രൈ ഷീറ്റ്. ഇത് നമ്മൾ പിന്നെ കുഞ്ഞിനാടെ കടത്തിയിട്ടാകുമ്പോൾ മൂത്രമെല്ലാം ഒഴിച്ചാലെല്ലാം പിന്നെ അതങ്ങനെ ബെഡിലൊന്നും ആവാതെ ഇതിൽ തന്നെ നിൽക്കുക കാണിച്ചു തരാനായിട്ട്. ഇത് ഞാൻ 2 ആളിലും വാങ്ങിച്ചു കേട്ടോ. ഇൻകുലിൻ്റെയിലും വാങ്ങിച്ചിന്, ദേവൂട്ടൻ്റെയിലും വാങ്ങിച്ചിന്. വേഗം കീറിപ്പോന്നു കേട്ടോ. നല്ലതെന്നല്ല, അത്ര നല്ലതെന്നല്ല, വേഗം കീറിപ്പോന്നു. അത് ചെറിയതാട്ടോ വാങ്ങിച്ചത്, വാങ്ങിച്ചത്. ഇതൊന്ന് എടുക്കുന്നുണ്ട്.
പിന്നെ കുഞ്ഞാവരെ വൈപ്സ്, ജോൺസൺസിൻ്റെ വൈപ്സ് വാങ്ങിച്ചതുണ്ട്. അപ്പോൾ നമുക്ക് അതും എടുത്തു വെക്കാം അതിലേക്ക്. വൈപ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ കുഞ്ഞാവക്ക് വേണ്ടി മാത്രമാണ്, നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ചൂടുള്ള സമയത്തെല്ലാം ഒന്ന് മുഖം തുടച്ചാലൊരു നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ സംഭവം ജോൺസൺസിൻ്റെ. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിക്കാം. പിന്നെ ടിഷ്യൂ, ഒരു പാക്കറ്റ് ടിഷ്യൂ എടുക്കുന്നുണ്ട്. കഴിഞ്ഞേര് ഞാൻ ഏറ്റവും മിസ് ചെയ്ത സംഭവമാണ് ടിഷ്യൂ. കഴിഞ്ഞേര് വാങ്ങിക്കാൻ മറന്നുപോയി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കുഞ്ഞിനെ കാണാൻ കുറേ ആൾ വരുമ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ സ്വീറ്റ്സ് ഒന്നും കൊടുക്കൂലേ, അപ്പോൾ അങ്ങനെ അവർക്ക് മാത്രമല്ല എനിക്കായാലും എന്തെങ്കിലും സ്വീറ്റ്സെല്ലാം നിന്നിട്ട് കൈ കഴുകാൻ പോകണമെന്നില്ലല്ലോ, ടിഷ്യൂയിൽ ഇങ്ങനെ വരച്ചാൽ പോരെ. കുറേ മിസ് ചെയ്തിന് ടിഷ്യൂവിനെ. അപ്പോൾ ഞാൻ ടിഷ്യൂ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം. പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മളെ പൊന്നമ്മനക്ക് വേണ്ടിയിട്ട് കുഞ്ഞി കുപ്പായമാണ്, കുഞ്ഞി കുപ്പായങ്ങൾ. അപ്പോൾ അത് ഞാനൊരു പാക്കറ്റിലാണ് ഇട്ടിട്ടുള്ളത്. ഇതുപോലത്തെ കുഞ്ഞി ഉടുപ്പുകൾ, ചെറിയ കുപ്പായങ്ങൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ കളറും ഇതുപോലത്തെ കളർഫുള്ളായിട്ടുള്ളതാണ് എടുക്കുന്നത് കേട്ടോ. ഇത് കൊടുക്കാം. ഇതെല്ലാം നല്ലതാണ് വാഷ് ചെയ്തിട്ട് ഇത്തിരി വെച്ചതാണെല്ലാം കേട്ടോ. അതിൽ ഇത്തിരിയായി വെച്ചതെല്ലാം ഇതെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 ബോക്സ് ഐറ്റം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാവർക്ക് വേണ്ടിയിട്ട് തന്നെ ഡ്രസ്സായിട്ട്. ഇത് 2 ഡ്രസ്സാണ്. കാണിച്ചിരണോ? തുറന്ന് കാണിച്ചെടുക്കണോ? കാണിച്ചെടുത്ത് ഇതുപോലത്തെ ഡ്രസ്സും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു ഷെഡ് കേട്ടോ, ചെറിയ ഷെഡിയും പിന്നെ ചെറിയ കുഞ്ഞു തൊപ്പി, കുഞ്ഞു തൊപ്പിയും പിന്നെ അതുപോലെ തന്നെ നല്ല ചെറിയ സോക്സ് 2 ഉണ്ട്. അതുപോലത്തെ 2 ഡ്രസ്സാണ് വാങ്ങിച്ചത്. അധികം വാങ്ങിച്ചാൽ പിന്നെ അധികം വാങ്ങാന്ന് വെച്ചിട്ട് ഇത് ഞാൻ കേട്ടോ വാങ്ങിച്ചത് ഈ സംഭവം. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് വെക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ശരിക്കും എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഡെറ്റോളും അതെല്ലാം അമ്മയെല്ലാം കൊണ്ടുവരും, അതുകൊണ്ട് പ്രശ്നമില്ല. അമ്മയെല്ലാം കൊണ്ടുവരാറുണ്ട്, പ്രശ്നമില്ല. ഇതെല്ലാം എടുത്ത് വെക്കാം. ഇനിയും ഇതിൽ പിടിക്കും, ശരിക്കും ഇനിയും ഇതിൽ പിടിക്കും. വേണ്ട സാധനമെല്ലാം നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. പക്ഷെ ഇത്ര മാത്രമാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. കഴിഞ്ഞ എല്ലാ പ്രഗ്നൻസിയിലും വേണ്ടി വന്നിട്ടുള്ള ഇത്ര സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര മാത്രം എടുത്തു വെച്ചത്. പിന്നെ വേറൊന്നും എടുത്തു വെക്കാനില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് ജെൻഡർ മനസ്സിലാക്കുന്ന ആ ഒരു വീഡിയോ ചെയ്യാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഞാൻ അടുത്തത് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പ്രസവിക്കുന്നതിന് മുമ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ്, അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.